എല്ലാ സമ്മേളന നഗരിയിലും എഴുതുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വരികളുണ്ടല്ലോ. ഇപ്പൊ ചോര വീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന പൂമരം, അതുവരെയൊക്കെ ഓക്കെ. പിന്നെ അങ്ങോട്ട് പറയുന്നത് മൂർച്ചയുള്ള ആയുധങ്ങളല്ല പോരിന് ആശ്രയം. അപ്പൊ ഇവർ ആയുധം എടുക്കുന്നതിനെതിരായിട്ടാണ് പറയുന്നത്. പിന്നെ പറയുന്നത് കാരിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി. തുരുമ്പെടുത്തു, ഇവരുടെ കാരിരുമ്പ് തുരുമ്പെടുത്തു പോയി. അതെ, ആശയത്തെ പ്രത്യയശാസ്ത്രത്തെ ഭയങ്കരമായി പരിഹസിച്ചിരിക്കുകയാണ്. കാരിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി. പിന്നെ പറയുന്നത് സ്മാരകം തുറന്നു വരും വാക്കുകൾ. പിന്നെ നിങ്ങൾക്ക് കാലിടറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് രക്തസാക്ഷിത്വത്തെ പറ്റിയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ട് എഴുതി വെച്ച വാക്കുകൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ പോകുവാൻ നമുക്ക് ഏറെ ദൂരമുണ്ട്, ഓർക്കണം, വഴിപിഴച്ചു പോയിടാതെ മിഴുതെളിച്ച് നോക്കുവിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ വഴിപിഴച്ചതിനെ പറ്റി, ഇവർക്ക് കാലിടറിയതിനെ പറ്റി, പ്രത്യയശാസ്ത്ര പരാജയത്തെ പറ്റി എന്ന് വേണ്ട ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന എല്ലാ പോരായ്മകളെയും വളരെ കൃത്യമായി കാവ്യാത്മകമായി അദ്ദേഹം വിമർശിച്ചിട്ടും പരിഹസിച്ചിട്ടും ഇത് മനസ്സിലാകാതെ കുറെ സാധുക്കൾ ഈ പാട്ട് വയ്ക്കുന്നുണ്ട്. ബാക്കി എല്ലാ സിനിമകളെയും കടന്നാക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ആ സഹിഷ്ണുതയോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പൊ ആഷിഖ് കപൂറിന്റെ രാഷ്ട്രീയത്തെ അതിശക്തമായി നമ്മൾ എതിർക്കുന്നുണ്ട്. ഇപ്പം ആഷിഖ് കപൂറിന്റെ ഒരു 500 രൂപ ചലഞ്ച് ഉണ്ടായിരുന്നല്ലോ. ശ്രീ KM മാണി സാറ് എന്നോട് 500 രൂപ ചലഞ്ച്, ബക്കറ്റ് ചലഞ്ച് വെച്ചിരുന്നു. പിന്നീട് അതേ മാണി സാറിന്റെ സ്മാരകം പണിഞ്ഞപ്പോൾ ശ്രീ ആഷിഖ് കപൂറിന് മിണ്ടാട്ടമില്ലാത്തതും പുതിയ കാലഘട്ടത്തിൽ അഴിമതിയെ പറ്റി മിണ്ടാട്ടമില്ലാത്തതൊക്കെ ആഷിഖ് കപൂറിനോട് നമുക്ക് രാഷ്ട്രീയ ചോദ്യങ്ങളാകാം. പക്ഷെ അതേ സമയത്ത് തന്നെ മായാനദി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? പിന്നെ അപ്പുവിനെ നമുക്കിഷ്ടമാണ്, മാത്തനെ നമുക്കിഷ്ടമാണ്, അപ്പുവിന്റെ പിന്നാലെ പോകുന്ന മാത്തനെ നമുക്കിഷ്ടമാണ്. ഒന്ന് പോയി തരുമോ മാത്ത എന്ന് പറയുന്ന അപ്പുവിനെ, മാത്തനെ നമുക്കിഷ്ടമാണ്. മാത്തനെ പറ്റി പറയുന്നുണ്ടല്ലോ, ഈ മാത്തൻ പൂച്ചയെ പോലെയാണ്, എപ്പോഴാണെന്നറിയില്ല ചാടി വീഴുന്നത്, ഇരുട്ടത്തുനിന്ന് ചാടി വീഴുന്നത് എന്നൊക്കെ പറയുന്ന ആഷിഖ് കപൂറിനെ നമുക്ക് അത്തരത്തിൽ ഇഷ്ടമാണ്. നമുക്ക് അയാളോട് വിയോജിപ്പ്, അയാളുടെ രാഷ്ട്രീയത്തോട് അതിശക്തമായി വിയോജിപ്പുണ്ട്. പക്ഷെ അയാളുടെ സിനിമയോട് നമുക്ക് ആ വിയോജിപ്പില്ല. റൈഫിൾ ക്ലബ്ബ് കണ്ടിരുന്നു. റൈഫിൾ ക്ലബ്ബ് കണ്ടതിന് ശേഷമാണെന്ന് തോന്നുന്നു ആഷിഖ് കപൂറിനെ ഞാൻ കണ്ടെടുത്തപ്പോൾ ഞാൻ പറഞ്ഞെടുത്തു സിനിമയുടെ ട്രീറ്റ്മെന്റിനെ പറ്റി പറഞ്ഞത്. ഇപ്പം റൈഫിൾ ക്ലബ്ബ് എടുത്തിരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, വളരെ രസകരമായിട്ട്. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് എല്ലാ സിനിമയുടെ കഥ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. റൈഫിൾ ക്ലബിന്റെ കഥ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല. പക്ഷെ നല്ല രസമല്ലേ ഈ പിന്നെ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇങ്ങനെ വെടിവെച്ചിട്ട് എന്റെ തോക്കിൻ്റെ ഉണ്ടയാണ് കൊണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ മല്ലിട്ടിട്ട് ചോദിക്കല്ലോ, അല്ല നാത്തൂന് ഇതാണോ ഈ നാത്തൂൻ പോലെ പറഞ്ഞ രസകരമായിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള നാത്തൂൻ പോലെ ഇതാണോ എന്ന് ചോദിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ദിലീഷ് പോത്തന്റെ അളിയൻ ക്യാരക്ടറാണെന്ന് എന്റെ ഓർമ്മ. അവർ തമ്മിൽ ഒരു ഈഗോ ക്ലാഷ് നമുക്ക് ഇങ്ങനെ ത്രൂ ഔട്ട് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർ തമ്മിൽ എന്തോ അടി ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിന്റെ എൻഡിൽ. പക്ഷെ അവരിങ്ങനെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ പരസ്പരം ഇങ്ങനെ എൻകറേജ് ചെയ്തിട്ട് ഇങ്ങനെ വെടിവെക്കുന്നത്, അവർ ടീസ് ചെയ്തിട്ട് വെടിവെക്കുന്നതൊക്കെ അത് വേറെ ട്രീറ്റ്മെന്റ് ആണ്. എന്തായാലും കഥയെന്ന് ചോദിച്ചാൽ കഥയൊന്നും നമുക്ക് പറയാൻ അറിയില്ല. പക്ഷെ നല്ല രസമായിരുന്നു കണ്ടിരിക്കും. അത് രാഷ്ട്രീയം വേറെ, സിനിമ വേറെ. ഇനി സിനിമയ്ക്കകത്തോടെ രാഷ്ട്രീയം, ഇപ്പം നാടകങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ സമയമുണ്ടല്ലോ. നാടകങ്ങളുടെ രാഷ്ട്രീയം ഇറക്കം എങ്ങനെ ചെയ്യാം? ഒരു നാടകം ഇറക്കും, ഇപ്പുറത്ത് വേറെ നാടകം ഇറക്കണം, അല്ലേ? അതല്ലേ രാഷ്ട്രീയം. ഇപ്പൊ സാംസ്കാരിക മേഖലയിലെ രാഷ്ട്രീയ മത്സരതാണ്. പക്ഷെ നിലവിലെ അങ്ങനെ നമുക്കിപ്പോ നല്ല കഥ എഴുതുന്നത് നമുക്ക് മനസ്സിലാക്കാം, നല്ല സിനിമ എടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ചില സാംസ്കാരിക നായകരെന്ന് വിളിക്കേണ്ടുന്നതാണ് നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. അത് ഭയങ്കര പിന്നെ അവരുടെ രചനകളിൽ ഏറ്റവും മോശം രചനയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ തള്ളിക്കളയുകയല്ലാതെ അതിനോട് നമുക്ക് നിവൃത്തിയില്ല. പഴയ കാലത്ത് ഇപ്പം സാംസ്കാരിക പ്രവർത്തകർക്ക് രാഷ്ട്രീയമുള്ളവരുണ്ടല്ലോ, എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയം പറയാം, പക്ഷെ വിധേയത്വത്തിന്റെ രാഷ്ട്രീയം പറയാൻ പറ്റില്ല. ഇപ്പം എല്ലാ വിഷയത്തിലും ഇപ്പം പൊതുപ്രവർത്തകൻ, ഇപ്പം ഒരു CITU പ്രവർത്തകന് CPM ചെയ്യുന്നില്ല, സർക്കാർ ചെയ്യുന്നില്ല, കൊള്ളരുതായ്മകളെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയുണ്ട്. പക്ഷേ സാഹിത്യ മേഖലയിൽ CITU ഇല്ലല്ലോ. അപ്പൊ അവരെന്തിനാണ് എല്ലാ കൊള്ളരുതായ്മയും ന്യായീകരിക്കുന്നത്? എല്ലാ കൊള്ളരുതായ്മകൾക്കും നിശബ്ദത കാണിക്കുന്നതിനാണ്, എല്ലാ ഇപ്പുറത്തുണ്ടാകുന്ന ചെറിയ കാര്യങ്ങളെ പോലും പർവ്വതീകരിക്കുന്നതിനാണെന്നുള്ളൊരു തോന്നാറുണ്ട്. ഇപ്പൊ ആ തോന്നലില്ലായിരുന്നു. അപ്പൊ നമ്മൾ ചിലപ്പം ആലോചിക്കും, അവര് സാംസ്കാരിക നായകരാണ്, നമുക്ക് തോന്നിയാലല്ലേ നമുക്ക് ആ അസ്വസ്ഥത ഉണ്ടാകുള്ളൂ. അതില്ലെങ്കിൽ നമുക്ക് ആ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിക്കും. ഒരു ഇൻടോളറൻസ് വേണ്ടെന്ന് പറയാം, വിമർശിക്കാൻ ഇൻടോളറൻസ് വേണ്ട. കുറച്ച് സീരിയസ് ആയിട്ടുള്ള സബ്ജക്ട് സംസാരിച്ചതുകൊണ്ട് ഞാനൊരു സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഇടതു മനോഭാവം എന്ന് പറയുന്നത് ലോകത്താകമാനം നമ്മൾ കാണുന്ന ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആംഗിൾ എടുക്കുക എന്നുള്ളതാണ്. ഇടതു പാർട്ടികൾ ചിലപ്പോൾ അതിനോടൊപ്പം നിൽക്കണമെന്നില്ല. ഇവിടെ ഇപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഇടത് പാർട്ടികളാണ്. ആ തരത്തിൽ ഇപ്പോൾ VD സതീശൻ പോലും സംസാരിച്ചിരുന്നു, ഞങ്ങളും ഒരു ഇടത് പാർട്ടിയാണ് എന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ ഇടത് പ്രയോഗത്തെ എങ്ങനെയാണ്
നോക്കിക്കാണും? ഞാൻ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് പീസ് എടുക്കുന്ന ആളുകൾ VD സതീശനെ തള്ളി രാഹുൽ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ആക്കുക. ഞാൻ ഈ ഒരു ഇടത് ഗ്ലോറിഫിക്കേഷനോട് താല്പര്യമില്ലാത്തതാണ്. വാട്ട് ഈസ് ലെഫ്റ്റ്? തിയറിറ്റിക്കലി സംസാരിക്കുമ്പോൾ എന്താ ഇടതും വലതും? രാജ്ഞിയുടെ ഇടതുവശത്ത് ഇരുന്ന് രാജ്ഞി എതിർത്ത ആളുകൾ ഇടതുപക്ഷമെന്നും വലതുവശത്ത് ഇരുന്ന് രാജ്ഞി അനുകൂലിച്ച ആളുകൾ വലതുപക്ഷം. ഇതാണല്ലോ അതിന്റെ തിയറി. അതിനകത്ത് ഇങ്ങനെ ഒരു ഗ്ലോറിഫിക്കേഷന്റെ പാത്ത് എന്തിനാ? ഇപ്പം ഇന്ത്യയിലെ ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടികൾ, ഇപ്പൊ CPM അടക്കമുള്ള പാർട്ടികൾ കാണിക്കുന്നതാണ് ഇടതുപക്ഷമെങ്കിൽ ഐ ആം ആന്റി ലെഫ്റ്റ്. ഇന്ത്യയിലെ വലതുപക്ഷ പാർട്ടിയായ BJP അടക്കമുള്ള ആളുകൾ കാണിക്കുന്നതാണ് വലതുപക്ഷമെങ്കിൽ ഐ ആം ആന്റി റൈറ്റ്. കവിതയിലൂടെ ഗ്ലോറിഫൈ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം ഓരോ പാർട്ടികളുടെ പെർസ്പെക്റ്റീവ്, ഇപ്പൊ ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇവർ പറയുന്നത് ലെഫ്റ്റിന്റെ സോകോൾഡ് നറേഷൻസ് ഉണ്ടല്ലോ, സോകോൾഡ് ഡെഫിനിഷൻസ് ഉണ്ടല്ലോ. എന്താ? പരിസ്ഥിതിവാദം. എലപ്പുള്ളിയില് ബ്രൂവറി, എലപ്പുള്ളി എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ജലദാരിദ്ര്യം, അങ്ങനെ തന്നെ പറയും, ജലദാരിദ്ര്യം നേരിടുന്ന ഒരു പ്രദേശത്ത് ജലചൂഷണത്തിന് ഒരു കമ്പനിക്ക് വഴിവിട്ട് അനുവാദം കൊടുത്തിട്ട് ആ കമ്പനിയെ ന്യായീകരിക്കാൻ വേണ്ടി സോക്കോൾഡ് ഇടതുപക്ഷത്തിന്റെ വലിയ ബൗദ്ധിക പ്രമുഖനായ ഒരു മന്ത്രി ഇറങ്ങി നിന്ന് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ അതിനെ ഇടതുപക്ഷം എന്നാ പറയുന്നെങ്കിൽ ആന്റി ലെഫ്റ്റ് അല്ലേ? നിങ്ങളുടെ രാഷ്ട്രീയത്തോട് വിയോജിച്ച് പുറത്തുപോയ TP ചന്ദ്രശേഖരനെ കൊന്നിട്ട് ഐ ആം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ആം സ്ട്രോങ്ലി ആന്റി ലെഫ്റ്റ്. നിങ്ങൾ കേരളത്തിന്റെ 2019 ശേഷമുള്ള കേരളത്തിന്റെ പരിസ്ഥിതി ലോലതയെ തിരിച്ചറിയാതെ, കേരളം എന്ന് പറയുന്നത് ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ആ തരത്തിലൊരു ജോഗ്രഫി കേരളത്തിനായി കഴിഞ്ഞു, ഒരു പരിസ്ഥിതി ആയി കഴിഞ്ഞു. ആ പരിസ്ഥിതിയിൽ അതൊന്നും നോക്കാതെ നിങ്ങൾ എംബാങ്ക്മെന്റ് കെട്ടാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ, നിങ്ങൾ കേരളയിൽ കൊണ്ടുവരാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിനെ നിങ്ങൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ ആം ആന്റി ലെഫ്റ്റ്. തിരുവനന്തപുരത്ത് കുറേ മനുഷ്യന്മാർ, ആശാ വർക്കർമാർ 7,000 രൂപ ഓണററി 3 മാസം മുടങ്ങിയിട്ട് കിടക്കുകയാണ്. ആ ആശാ വർക്കർമാർ എന്താ ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവരുടെ തൂക്കം നോക്കാൻ വരണം, അവര് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ തൂക്കം നോക്കാൻ വരണം, അവര് പ്രസവിച്ച് കഴിയുമ്പോൾ മുലയൂട്ടുന്ന അമ്മയുടെ തൂക്കം നോക്കാൻ വരണം, തളർന്നു കിടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരുടെ തൂക്കം നോക്കാൻ കയ്യിൽ എടുത്തു നോക്കണം, മന്ദിനെതിരെ പോരാടുമ്പോൾ വേണം, കോവിഡിനെതിരെ പോരാടുമ്പോൾ വേണം, പോളിയോയ്ക്കെതിരെ പോരാടുമ്പോൾ വേണം. അവർ സമരം ഇരിക്കുമ്പോൾ മന്ത്രി വീട്ടിൽ കയറ്റില്ല. അതാണ് ലെഫ്റ്റ് എങ്കിൽ ഐ ആം ആന്റി ലെഫ്റ്റ്. ഓണായി. പൊളിറ്റിക്കൽ ചോദ്യം ചോദിച്ചപ്പോ ഇടതടവില്ലാതെ സംസാരിക്കുന്ന നാക്കിന്റെ ഒരു സ്പോണ്ടേനിറ്റി ഇല്ലേ? ലെഫ്റ്റിന്റെ ഒരു ഗ്ലോറിഫിക്കേഷൻ. കേരളത്തിൽ CPM ആണ് ലെഫ്റ്റ് എങ്കിൽ, ഇന്ത്യയിൽ CPM ആണ് ലെഫ്റ്റ് എങ്കിൽ ആ ഗ്ലോറിഫിക്കേഷനോട് ഒരു തരത്തിൽ ടോളറേറ്റ് ചെയ്യാൻ എനിക്ക് കഴിയും. പിന്നെ എന്താ ഇവരുടെ ആശയം എന്താ പറയുന്നത്? ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത ഏത് ആശയത്തെയാണ് നിങ്ങൾ ഉത്കൃഷ്ടം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ ഞാനൊരു ജനപ്രതിയാകുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു പരമാവധി അധികാരം. ഒരു MLA-യുടെ എല്ലാ അധികാരങ്ങളും, ഓഫീസിന്റെ എല്ലാ അധികാരങ്ങളും പരമാവധി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തണം എന്നുള്ളതാണ് എന്റെ ജനപ്രതിനിധി എന്നതിലുള്ള സ്വപ്നം. അതിന്റെ ഏറ്റവും മികച്ച ഡെഫിനിഷൻ ഗാന്ധിയുടെയാണ് ഡെഫിനിഷൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും അവശത അനുഭവിക്കുന്നവനെ ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ എന്ന് പറഞ്ഞതാണ് എന്റെ ജനാധിപത്യത്തിന്റെ നിർവചനം. ജനാധിപത്യം വേണ്ട, ഇത് കഴിഞ്ഞിട്ടുള്ള പ്രോളറ്ററേറ്റ് റെവല്യൂഷൻ മതി. ജനാധിപത്യം എന്ന് പറയുന്ന ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ്. അതിനുശേഷം ഒരു ബ്ലഡ് ഷെഡ് റെവല്യൂഷൻ വേണമെന്ന് ആഗ്രഹിച്ച് ജനങ്ങളുടെ കയ്യിൽ നിന്ന് അധികാരം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ത് ലെഫ്റ്റാ? എനിക്കത് ജസ്റ്റിഫൈഡ് അല്ല. ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാറ്റഗറി എടുത്താൽ ഞാൻ എത്രമാത്രം ആന്റി റൈറ്റ് ആണോ ഞാൻ അത്രമാത്രം തന്നെ ആന്റി ലെഫ്റ്റും.